കൈത്താക്കാലം 5-ാം ഞായർ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശുവും ബെൽസെബൂലും. ആദ്യ മാതാപിതാക്കളിലൂടെയാണ് ലോകത്തിൽ സാത്താൻ്റെ ആധിപത്യം ആരംഭിക്കുന്നത്. അവൻ്റെ തല തകർക്കുന്നതിനു വേണ്ടി രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇന്നത്തെ സുവിശേഷത്തിൽ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് യേശു തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് നാന്ദി കുറിക്കുന്നു. ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണല്ലോ അവൻ ഇന്ന് പ്രഖ്യാപിക്കുന്നത്. ഈജിപ്തിൽ 10 ബാധകൾ അയച്ചുകൊണ്ട് ഇസ്രായേൽക്കാരെ ദൈവം മോശയോടെ മോചിപ്പിക്കുമ്പോൾ അതിൽ അത്ഭുതം പൂണ്ട മന്ത്രവാദികൾ ഫറവോയോട് പറയുന്ന വാക്കുകളുടെ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നു. പിശാചുകളുടെ തലവനായ ബെൽസെബൂലാണ് യേശുവിൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചവരെ ഇതിലൂടെ യേശു ഈജിപ്തിലെ മന്ത്രവാദികളെക്കാൾ തരം താഴ്ത്തുന്നു. അണലി സന്തതികളെയെന്നും വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്നും അന്ധരെ നയിക്കുന്ന അന്ധർ എന്നുമൊക്കെയായി പല തവണ അവരെ അവൻ ശക്തിയുക്തം പ്രതിരോധിച്ചിട്ടുള്ളതായി നാം വായിക്കുന്നുണ്ട്. സാത്താനെ പരാജയപ്പെടുത്തി ദൈവരാജ്യം പുനഃസ്ഥാപിക്കപ്പെടുവാൻ പണിയെടുക്കുക എന്നത് തൻ്റെ മക്കളെ ദൈവം വരമേൽപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതിയാണ്. സൃഷ്ടികർമ്മത്തിലുള്ള അവൻ്റെ പങ്കാളിത്തം പോലെ തന്നെ ദൈവരാജ്യ പുനഃസൃഷ്ടിയിലും മനുഷ്യനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അതാണ് സൃഷ്ടിയുടെ പൂർണിമ. യേശു പ്രവർത്തിച്ചതൊക്കെ അവൻ്റെ ശിഷ്യരിലൂടെയും ദൗത്യമാണ്. അവൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളും ഒരുപക്ഷെ അവൻ ഏറ്റുവാങ്ങിയ അവഹേളനങ്ങളും രക്തസാക്ഷിത്വവും അനുഗമനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ സാത്താന് അസ്തിത്വമില്ലെന്നും ഇതെല്ലാം വെറും മിഥ്യയാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതിൽ സാത്താൻ വിജയിച്ചിരിക്കുന്നു. ഈ നുണയിലൂടെ ഒട്ടും ജാഗ്രതയില്ലാതെ ജീവിക്കുവാനുള്ള പ്രവണത വളർത്തുന്നതിൽ അവൻ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പത്രോസ്ലീഹ എഴുതിവെച്ചത്, ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ശത്രുവായ പിശാച് അന്വേഷിച്ചു നടക്കുന്നു. ഒരിക്കൽ മാത്രം അവനെ കീഴ്പ്പെടുത്തിയാൽ അത്ര പെട്ടെന്നൊന്നും അവൻ തോറ്റു പിന്മാറുകയില്ല. ഇതാണ് ഒന്നിൻ്റെ സ്ഥാനത്ത് 7 അശുദ്ധാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ഉപമയും യേശു ഇന്ന് നമുക്ക് നൽകുന്നത്. തൻ്റെ ശിഷ്യരെ പ്രേക്ഷിത പ്രവർത്തനം ഏൽപ്പിക്കുമ്പോൾ എല്ലാ സുവിശേഷത്തിനും ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ശക്തി നൽകുന്നതിനു മുമ്പ് പിശാചുകളെ ബഹിഷ്കരിക്കുവാനുള്ള ശക്തിയാണ് ആദ്യം നൽകപ്പെടുന്നത്. കാരണം സാത്താൻ്റെ സാമ്രാജ്യത്വം തകർക്കപ്പെടാതെ ദൈവരാജ്യ പ്രഘോഷണം ഫലവത്താകുകയില്ലെന്ന് യേശുവിനറിയാം. പ്രലോഭകനായ ഈ പിശാചിനെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് യേശു പരസ്യജീവിതം ആരംഭിക്കുന്നത്. തൻ്റെ കുരിശുമരണത്തിന് കാരണമായത് സാത്താൻ യൂദാസിൽ പ്രവേശിച്ചതുകൊണ്ടാണ്. മനുഷ്യരക്ഷയുടെ ഭാഗമായി തൻ്റെ പീഡാനുഭവ പ്രവചന സമയത്ത് ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് സ്നേഹം നടിച്ചു വന്ന പത്രോസിനോട് യേശു പറയുന്നത് സാത്താനെ ദൂരെ പോകുക എന്നാണ്. ഇതേപോലെ പൈശാചിക ബന്ധനത്തെ അനേകം പരാമർശങ്ങളുള്ളതിനാൽ വേദപുസ്തക സത്യങ്ങളെ വികലമാക്കുന്ന പ്രവണതകൾ ഇന്ന് ഏറെ കാണുന്നു. ബന്ധന പ്രാർത്ഥന, തലമുറകളുടെ ശാപമൊക്കെ ദേവദാസരുടെ ഇഷ്ടവിഷയങ്ങളാണ്. ഇതിൻ്റെ ചുവടുപിടിച്ച് പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഓരോ നാശത്തിനും മാറാരോഗങ്ങൾക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കുമൊക്കെ മനുഷ്യൻ്റെ പാപങ്ങളാണ് കാരണമെന്നവർ പറയുന്നു. വയനാട് ദുരന്തത്തിന് കാരണം BJP കണ്ടെത്തിയിരിക്കുന്നത് ഗോമാംസം ഭക്ഷിച്ചതുകൊണ്ടാണത്രേ. ക്രിസ്ത്യാനികളുടെ പാപമാണ് മണിപ്പൂർ കലാപത്തിൻ്റെ കാരണമത്രേ. അന്യമതസ്ഥരുടെ പാപങ്ങളാണ് സർവ്വദുഃഖ ദുരിതങ്ങൾക്കും കാരണമെന്ന ക്രിസ്ത്യൻ തീവ്രവാദികളുടെ പ്രചരണത്തിനും കുറവില്ല. ഫരിസേയരിൽ യേശു ആരോപിച്ച അമിതാന്ധതയും ഇത്തരത്തിലുള്ള മേലുള്ള അവരുടെ അഹിഷ്ണുതയുമാണ് ഇത്തരക്കാരിലും മുഴച്ചു നിൽക്കുന്നത്. യേശു പ്രവർത്തിക്കുന്ന നല്ല പ്രവർത്തനങ്ങളിൽ മറ്റാരും അത്ഭുതം കൂടുമ്പോൾ ഫരിസേയർ മാത്രം ദുരഭിമാനമൂത്ത് എതിർത്ത് സംസാരിക്കുന്നു. യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കി കാണിക്കുന്നതിനു വേണ്ടി ദുഷ്ടശക്തികളുടെ തലവനാണ് അവനിൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോപിക്കുവാൻ ബെൽസെബൂലിനെ യഹൂദർ കൂട്ടുപിടിക്കുന്നു. അസഹ്യ രാജാവ് കിടപ്പിലായപ്പോൾ രോഗം ഭേദമാക്കാൻ എക്രോനിലെ ദുഷ്ടദേവനായ ബെൽസെബൂലിനെ അഭയം പ്രാപിച്ചത് ഏലിയാ പ്രവാചകൻ ശക്തമായി ശാസിക്കുന്ന ഭാഗമാണിത്. ഈ ആരോപണത്തിന് ഉചിതമായ ചില മറുപടികളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. തനിക്ക് തന്നെ എതിരായാൽ സാത്താൻ സ്ഥാപിച്ച സാമ്രാജ്യം
എങ്ങനെ നിലനിൽക്കുമെന്നും പൈശാചിക ബന്ധം ഒഴിവാക്കുന്ന നിങ്ങൾ ആരുടെ ശക്തിയിലാണ് അത് ചെയ്യുന്നതെന്നും ദൈവശക്തിയാലല്ല എന്നാണെങ്കിൽ മനഃപൂർവ്വം തന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണെന്നും യേശു കുറ്റപ്പെടുത്തുന്നു. നന്മയെ നന്മയെന്ന് കാണാൻ കഴിയാത്തവർ നന്മയെ തിന്മയെന്ന് ചിത്രീകരിക്കുന്നവരാണ് ദുരാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും ബെൽസെബൂലിൻ്റെ സന്തതികളും. അവരുടെ ഹൃദയം മുഴുവൻ ജഡത്തിൻ്റെ വ്യാപാരം കൊണ്ട് നിറഞ്ഞിരിക്കും.